അത് ഇതാണ് സാർ. ഇത് കൊള്ളാം. ഇതെങ്ങനെയുണ്ടാ? ഇതെങ്ങനെ? ഇത് നോക്ക് സാർ. മണിച്ചേട്ടാ കരുമാടി കണ്ടു. ആണോ? സൂപ്പർ ആയിട്ടാ. താങ്ക്സ് ഉണ്ട് അത് ജോസേ. ഈ കളർ രാജുവിന് ചേരുവോ? പടം ഹിറ്റായതിന് നാട്ടുകാർക്ക് മുഴുവൻ ഷർട്ട് വാങ്ങി കൊടുക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ്. ഞാനും. അതാണ് മണി. ഇതാർക്കാ? പെങ്ങന്മാരുടെ കുട്ടിയൊക്കെ, പിന്നെ അയൽവക്കത്തെ പിള്ളേരുണ്ടല്ലോ. കുട്ടി എന്താ പേര്? ചേട്ടൻ മണിച്ചേട്ടൻ്റെ ആരാ? ഫ്രണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞ പോരാ, ഞങ്ങൾ ചെറുപ്പം മുതലേ ഒപ്പാ. ഞാനും. ഉടനെ രണ്ടാണേലും കളറൊന്നാ കണ്ടില്ലേ? കുട്ടിയുടെ പേരെന്താ? സവിത. കല്യാണം കഴിഞ്ഞാണോ? ഇല്ല. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പോടെ കള്ളം പറയാ. കിന്നരിച്ചിരിക്കാൻ സാധനങ്ങൾ എടുത്തു കൊടുക്ക. അതെ, ഇതാരാ? ഫ്ലോർ മാനേജർ. ഓ, തറ മാനേജർ. മണിച്ചേട്ടാ ഒരു ഓട്ടോഗ്രാഫ് വരുമോ? പിന്നെന്താ? പിന്നെ സ്റ്റാഫ് രജിസ്റ്ററിലാണോ നിന്റെ ഓട്ടോഗ്രാഫ്? മാഡം, ഞാൻ ആ പേജ് കീറി എടുത്തോളാം. പിന്നെ ജോലി എടുക്കടി, ഒരു ഓട്ടോഗ്രാഫ്. വേറെ പണി. ആ പേനെങ്ങന്നേ ഓട്ടോഗ്രാഫ് അല്ലേ വേണ്ടു? അതിപ്പോ ബുക്കിൽ തന്നെ ആവണമെന്നില്ലല്ലോ. അതെ, കുട്ടിക്ക് ഈ സിനിമാക്കാരെയൊന്നും അത്ര ഇഷ്ടല്ലേ? അതിന് മമ്മൂട്ടി മോഹൻലാലൊന്നും അല്ലല്ലോ. പോരാ, ഒരു പണി കൊടുത്താലോ? കുട്ടി, അതെ, മൂത്രമൊഴിക്കുന്ന സ്ഥലം ഏതാ? മൂത്രം ഒഴിക്കുന്ന സ്ഥലമേ. നമസ്കാരം സാർ. നമസ്കാരം. അവിടെ എന്താ സംഭവം? ഒന്നുമില്ല, അവരാ മൂത്രപ്പര എവിടെയാന്ന് ചോദിച്ചതാ. ആ കുട്ടിക്ക് അത് ഇഷ്ടായില്ല. ഓ, ഒരു നാണോ മാനൂല്ലേ നിങ്ങൾക്ക്? അതെ, ഇവിടെ കസ്റ്റമേഴ്സിന് ഒരു ബുദ്ധിമുട്ടൊന്നും നിങ്ങളല്ലേ സൂപ്പർവൈസ് ചെയ്യുന്നത്? എന്താ പ്രശ്നം? അല്ല മാഡം, ഞാൻ മൂത്രമൊഴിക്കുന്ന സ്ഥലം ചോദിച്ചപ്പോ ഈ കൊച്ചു. എന്താ സുനിത ഇത്? നിനക്കൊന്ന് കാണിച്ചു കൊടുത്തൂടെ? മാഡം, മക്കള് വാ, ഞാൻ കാണിച്ചു തരാം. പിന്നെ അല്ലാതെ അവളുടെ ഒരു പച്ച സാരിയും നല്ല പച്ച തെറിയോളം പറയുന്നുണ്ട്. എന്തായാലും 8 പണിയായി പോയി. അവള് 3 ദിവസത്തേക്ക് ഉറങ്ങൂല. സാറേ, കാശുണ്ടോടാ? പാൻറ്റിന്റെ പോക്കറ്റിലിട്ടാ മതിയായിരുന്നു. ഇത് വെച്ചോ. പോട്ടെ സാറേ. നിന്നടെ മോനെ, ആ കുട്ടികളുടെ ഡ്രസ്സ് ഇത് ചേരുമായിരിക്കും. வணக்கம். நான் மதுரைந்து வந்திருக்கேன். என் பேரு மாணிக்க செட்டியாரு. என் புது படத்துல சூப்பர் ஸ்டார் ரஜினி சார் தான் ஹீரோ. நீங்க வந்து வில்லனாய் நடிக்கணும். உட்காருங்க சார். வேண்ட தம்பி, உட்காருக்கு டைமே இல்ல. இங்க வந்து உங்களை பார்த்து அட்வான்ஸ் வந்து திரும்பி போனோம். அதுக்கு தானே காலையில ஏர் இந்தியாவில் வந்துட்டேன். ப்ராப்ளம் தானே. அந்த மேனேஜர் உங்ககிட்ட சொல்லலையா? என்ன மேனேஜர் சார், உங்ககிட்ட நேரடியா பேசலன்னு நினைச்சுதான் வந்தேன். நீங்க அட்வான்ஸ் வாங்க சார். இதுல 50 லட்சம் ரூபாய் இருக்கு. அதுக்கு நீங்க கொடுக்கலையே. ஓ, முண்ட ஓவரா பேசுறேன். ഇത് വാങ്ങ് തമ്പി. അഡ്വാൻസ് തന്നെ ഈ കനത്തിലാവുമ്പോ ശരിക്കും എത്ര ഉണ്ടാവും? തമിഴിലൊക്കെ അതിന് കോടികളാ വാങ്ങുന്നത്. അവന്റെ ഒക്കെ ഒരു ഭാഗ്യേ. അവ മനസ്സ് വെച്ച നമുക്ക് തമിഴിലും തെലുങ്കിലൊക്കെ ചാൻസ് കിട്ടും. ഒന്ന് സംസാരിച്ചു നോക്കിയാലോ? നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ദ്രോഹിച്ചിട്ടുണ്ട്. അതെങ്ങാനൊക്കെ മനസ്സിൽ വെച്ച്. ഏയ്, അതൊന്നും അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ തന്നെയാ സിനിമ. വലിയവരാരാ അവരോട് മുട്ടി ഒരുമി നിൽക്കുക. അതെന്നെ, നീ ഒന്ന് സംസാരിച്ചു നോക്കി, ചിലപ്പോ നടന്നാലോ? ഇപ്പൊ വേണ്ട, അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, പിന്നീടാട്ടെ. എടാ, മണിച്ചേട്ടൻ പോയോ? മേക്കപ്പ് റൂമിലുണ്ട്. ആ, സൂക്ഷിച്ചെടുത്ത് വെക്കണേ. ജീവനും കൊണ്ട് ഓടി. നടക്കൂല. ഹായ് ചേട്ടാ. ഇതെന്താ ഇങ്ങട്? വെറുതെ. ഈ ഗെറ്റപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ. എന്തൊട്ട് ഗെറ്റപ്പ്. നമ്മളൊക്കെ എന്താ അല്ലേ? സാധാരണക്കാരല്ലേ പെങ്ങളെ? പിന്നല്ലാണ്ട്.
ഇപ്പൊ തമിഴിലും തെലുങ്കിലും ഒക്കെ ഭയങ്കര സ്റ്റാർ ആയില്ലേ? അവിടെ മാത്രമല്ല, മലയാളത്തിൽ നല്ല ബിസിയാ. അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയാനാ വന്നത്. എന്തുട്ടാ പറഞ്ഞോ? ഒട്ടാൻ നോക്കുക. എന്താടാ സുഖം? അവക്ക് ആഗ്രഹം ഉണ്ടെന്ന്. ദുരാഗ്രഹമാവോ? ടെൻഷൻ വേണ്ട, ഇരിക്കേ, ഇരുന്നിട്ട് സംസാരിക്കാം. ഇരിക്കേ. എന്തുട്ടാ? അത് പിന്നെ എനിക്കൊരു മോഹം, തമിഴിലും തെലുങ്കിലും ഒക്കെ അഭിനയിക്കണമെന്ന്. മണിച്ചേട്ടൻ വിചാരിച്ചാൽ നടക്കും. ചേട്ടന്റെ അടുത്ത പടത്തില് നടക്കും. പക്ഷെ അവിടെയൊക്കെ എന്നെ പോലത്തെ കറുത്ത നായകന്മാരാ. അതിപ്പോ ഇങ്ങക്ക് ശരിയാവില്ലല്ലോ. മണിച്ചേട്ടാ കളിയാക്കല്ലേ, എനിക്ക് ചേട്ടന്റെ പടത്തിൽ അഭിനയിക്കണം. ഞാൻ ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഒക്കെ പരിചയപ്പെടുത്തി തരാം. അത് വേണ്ട, എനിക്ക് ചേട്ടന്റെ കൂടെ തന്നെ വേണം. എടാ മണി, ഫോൺ എടുക്കടാ. ഓ, ഇതാരത്? ഹലോ. ആ, ഞാനിപ്പോ വരാം. എന്റെ രാജുവിന്റെ കുട്ടിക്ക് വളരെ സീരിയസ് ആണെന്ന്. എനിക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോണം. വണ്ടി എടുക്കടാ. രാമു, എന്താ പറ്റിയത്? പ്രതീക്ഷ വെക്കണ്ടെന്ന് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാം. ഒന്നുമില്ലടാ. നീ എന്തൊക്കെടി പറ. എന്റെ മോനൊന്ന് രക്ഷിക്കാൻ പറ്റും മണിച്ചേട്ടാ. ടോം ഡോക്ടർ എവിടെയാ? കൺസൾട്ടിംഗ് റൂമിലുണ്ട്. കരയണ്ടാ, മണിയല്ലേ നമ്മുടെ കൂടെ ഉള്ളത്. ഈ ലോകത്തിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ നമ്മുടെ കുഞ്ഞിനെ കിട്ടും. നീ ധൈര്യമായിട്ടിരിക്കേ. വാ ഡോക്ടറെ. ആ ഇരിക്കൂ. ഒരു സാധ്യതയില്ലേ? ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന്റെ ഒരു സാധ്യതയുണ്ട്, പക്ഷേ അതിന് ക്യാഷ് കുറച്ചാകും. ഇവരെ കൊണ്ട് അത്രയും ചെലവ്. ഹാർട്ട് മാറ്റിവെച്ചാ കുഞ്ഞ് രക്ഷപ്പെടുവോ? അങ്ങനെ ചോദിച്ചാൽ ചാൻസ് ഉണ്ട്. ആയിക്കോട്ടെ, കാശല്ലേ, അത് നമുക്ക് ഉണ്ടാക്കാം. ഡോക്ടറെ, എവൻ എൻ്റെ സുഹൃത്ത് മാത്രമല്ല, എൻ്റെ കൂടെപ്പറപ്പും കൂടിയാ. എവന്റെ സങ്കടം എന്ന് പറഞ്ഞാ അത് ഞങ്ങളെയും കൂടി സങ്കട. നീ വിഷമിക്കണ്ട, അവനൊന്നും വരില്ല. ഇല്ലടാ സുഖമായി. മണി, നീ തരുന്ന എന്റെ ജീവനാണ്. എന്താടാ ഇത്? കരയാണ്ടിരിക്കേ. 25/3 ടേക്ക് ഓൺ ആക്ഷൻ. ഇക്കടറാ. నన్నేనా? ఇదో వస్తున్నా. ఏందమ్మా ఇక్కడరా? అమ్మా కొంచెం పక్క చెదురా, నేను మిమ్మిదే పడిపోండ్రినే నాను. పర్వాలేదు. అదేంటి అమ్మా? నాను అమ్మ పిలువదేంటి, నాకు నువ్వండి చాలా ఇష్టం. నన్ను తీసుకొని వెళ్ళు. ఎందుకు? చెప్పుతాను. ఇప్పుడు నాన్న గట్టిగా కవలించి తీసుకొని ఈ పూజ మీద వేయండి. తీసుకొని కన్నా, తీసుకొని. ఎక్సలెంట్, వెరీ గుడ్, చాలా బాగున్నారు. థ్యాంక్ యూ సార్. థ్యాంక్ యూ. നന്നായിട്ടുണ്ട്.